all, welcome to Science. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്താണ്, അതിൻ്റെ പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് എവിടെ നിന്ന് വന്നു നോക്കിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത് പെർസോണ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ്. ഈ ഒരു പെർസോണ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് വരുന്നത് മാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡിൽ നിന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡിറൈവ് ചെയ്തിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് പേഴ്സണാലിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പോവാം. പക്ഷെ നമ്മൾ ഏത് ഡെഫിനിഷൻ പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോന്നിലും പറയുന്ന ഡെഫിനിഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ തീംസ് ആൻഡ് വേരിയേഷൻസിൽ നോക്കുമ്പോൾ ഡെഫിനിഷൻ ആയിരിക്കില്ല വേറെ ബുക്കിൽ നോക്കുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കാം. എന്നാലും ബേസിക്കായി എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടാകും. നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് that are relatively enduring and that makes us behave in a consistent and predictable way. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റിലേറ്റീവ്ലി എന്ന് പറയുന്നത്, അതായത് റിലേറ്റീവ്ലി എൻഡ്യൂറിങ് ആയിട്ടുള്ള എന്താ പറയുക ബിഹേവിയറും ഇമോഷനും ഫീലിങ്സ് ഒക്കെ കൺസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാത്തിനും നോക്കിക്കഴിഞ്ഞാലും റിലേറ്റീവ്ലി എൻഡ്യൂറിങ് എന്നാണ്, അതായത് ഒരു ഏറെക്കുറെ ഒരേപോലെയുള്ള ബിഹേവിയർ ഫീലിങ്സ് മോട്ടീവ്സ് കാണിക്കുന്നതായിരിക്കും എന്നാണ് പേഴ്സണാലിറ്റി പറയുന്നത്. കാരണം നമുക്ക് ഒരിക്കലും പേഴ്സണാലിറ്റി എല്ലായ്പ്പോഴും ജനിക്കുമ്പോൾ തൊട്ടിട്ട് മരിക്കുന്ന എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കില്ല. അതിലെന്താണ് അവരുടെ ബിഹേവിയറിലാണെങ്കിലും ഫീലിങ്സിലാണെങ്കിലും ഒക്കെ തന്നെ ഡിഫറൻസ് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ എന്താണ് റിലേറ്റീവ്ലി എൻഡ്യൂറിങ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് മോട്ടീവ്സ് ഫീലിങ്സ് നമ്മൾ പേഴ്സണാലിറ്റിനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു പേഴ്സണാലിറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ പേഴ്സണാലിറ്റിയുടെ തിയറീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരുപാടധികം തിയറീസ് വരുന്നുണ്ട്. സൈക്കോ ഡൈനാമിക് അപ്രോച്ച്, ടൈപ്പ് തിയറീസ്, ട്രൈപ്പ് തിയറീസ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സൈക്കോ ഡൈനാമിക് തിയറീസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സൈക്കോ ഡൈനാമിക് പേഴ്സ്പെക്റ്റീവ് നമുക്കറിയാം. സൈക്കോ ഡൈനാമിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ആരെയായിരിക്കും? സിഗ്മണ്ട് ഫ്രോയിഡിനെ ആയിരിക്കും. അപ്പോൾ സൈക്കോ ഡൈനാമിക്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് പറയുന്നത്? എപ്പോഴും നമുക്കറിയാം സൈക്കോ ഡൈനാമിക് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രോയിഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അൺകോൺഷ്യസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ്നെസ്സിൻ്റെ ബേസിസിൽ ആ ഒരു അൺകോൺഷ്യസ് ഡൈനാമിക്സിൻ്റെ ബേസിസിൽ പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അവിടെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറി നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ നോക്കാം. ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് തിയറി. ഹാൻഡ് റൈറ്റിംഗ് സ്ലോ മനസ്സിലാവുന്നുണ്ടാവില്ല എനിക്ക്, പക്ഷെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് തിയറിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഫ്രോയിഡ് എന്താണ്? ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രോയിഡിൻ്റെ എന്താ പറയുക, ഫ്രോയിഡ് പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതിൻ്റെ ബേസിസിലാണ്, അൺകോൺഷ്യസ് മോട്ടീവ്സിൻ്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ ഒരു അഡൾട്ടിൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്താ പറയുക ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ സെമ്മിലൊക്കെ തന്നെ. അതായത് 3 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏതൊക്കെയാണ്? അൺകോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ്, പിന്നെ കോൺഷ്യസ്നെസ്. ആ ഒരു 3 ലെവലാണ് പറയുന്നത്. അതെല്ലാവരും ഓർത്ത് വയ്ക്കുക. അൺകോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ്, കോൺഷ്യസ്നെസ് എന്നുള്ള കാര്യം. പിന്നെ അടുത്ത ഒരു മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്. നമുക്കറിയാം നമ്മൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള 3 പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സിനെയാണ് അടുത്ത് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ ഇഡ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇഡാണ് വരുന്നത്. ഇഡ് എന്താണ്? ഇഡ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? പ്ലഷർ സീക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പം ഇഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ
ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് എന്തെങ്കിലും ഒരു നീഡ് വന്നാൽ വേറെ ഒന്നും നോക്കാണ്ട് അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും ഇട്ട് നോക്കുക. അല്ലാണ്ട് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ള കാര്യം ഒന്നും കൺസിഡർ ചെയ്യാണ്ട് എന്താണോ തോന്നിയെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യാന്നുള്ളതാണ് ഇട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇതിനിപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇന്ത്യയിലൊക്കെ ചെയ്യണം എന്നുള്ളത്, അത് പക്ഷേ ഈ ഈഗോ ആണ് അത് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുടെ മുന്നിലല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ റിയാലിറ്റീനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈഗോ ആണ്. ഇനി അടുത്ത ലെവൽ ഓഫ് എന്താണ് പേഴ്സണാലിറ്റീന്റെ സ്ട്രക്ചറിൽ വരുന്നതാണ് സൂപ്പർ ഈഗോ. അതായത് നമ്മുടെ എന്താ പറയാ, ഈ ഒരു സൂപ്പർ ഈഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? നമ്മുടെ ഈ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. അതായത് സോഷ്യലി അക്സെപ്റ്റഡ് നോംസ് അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുക, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തിനെ വെച്ചിട്ട് എന്താണ്? സൂപ്പർ ഈഗോ ആണ്. അപ്പൊ ഈ 3 എണ്ണമാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന 3 സ്ട്രക്ചേഴ്സ്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ഇൻസ്റ്റിങ്സ്. അതായത് ഫ്രോയിഡ് ഒരു മെയിനായിട്ട് 2 ആണ്, പക്ഷെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഇൻസ്റ്റിങ്സിനെ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട് ഫ്രോയിഡ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ഇൻസ്റ്റിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഇറോസ്, അതായത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെയുള്ള നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഡ്രൈവിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് അഥവാ ഇറോസ് എന്ന് പറയുന്നത്. ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ തനാട്ടോസ് എന്ന് തന്നെ പറയും. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഡെത്തിനോട് അഗ്രഷനോടൊക്കെയുള്ള നമ്മുടെ ഇന്നേറ്റ് ഡ്രൈവിനെ റിപ്രസെന്റ് ചെയ്യാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ലിബിഡോ ആണെങ്കിലോ നമ്മുടെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റിനെ എന്താ പറയുക ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എനർജിയാണ് ലിബിഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ഇൻസ്റ്റിങ്ക്ട്സിൽ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നോക്കാം. അതിലാണെങ്കിൽ എന്താണ് ഫ്രോയിഡിന്റെ രീതിയിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി നമുക്ക് അത് നോക്കാം. സ്റ്റേജസിലായിട്ടാണ് ഫ്രോയിഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിനെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് ടിപ്പിക്കലി 0 to 18 months അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ നോക്കിയാണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് 0 to 18 months ആയിട്ട് പറയാം ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലഷർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൗത്ത് ആയിരിക്കും. ഇവിടുത്തെ പ്ലഷർ ഏരിയ മൗത്ത്. ഇവിടെ എന്തെങ്കിലും ഫിക്സേഷൻ, അതായത് ഇവിടെ ഈ ഓറൽ സ്റ്റേജിൽ എന്തെങ്കിലും ഫിക്സേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ ഈറ്റിങ്ങിനൊക്കെ കാരണം. ഫിക്സേഷൻ വരികയാണ്, ഈ ഒരു സ്റ്റേജ് നല്ലപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സേഷൻ വരികയും ചെയ്യും. അങ്ങനെ ഓവർ ഈറ്റിംഗ് ഒക്കെ എന്താ പറയുക ഈ ഒരു ഫിക്സേഷനിലൂടെ വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് നമുക്ക് ഫിക്സേഷനിൽ വരുന്ന ഒരു കാരണമായിട്ട് പറയാൻ പറ്റും. ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് ആനൽ സ്റ്റേജ് ആണ്. തൊട്ട് 3 വയസ്സ് വരെയാണ് ഈ ഒരു ആനൽ സ്റ്റേജ് വരുന്നത്. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലഷർ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബവൽ മൂവ്മെന്റ്സിലൂടെയും ടോയ്ലറ്റ് ട്രെയിനിങ്ങിലൂടെയാണ്. ഇവിടെ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഫിക്സേഷൻ സംഭവിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആനൽ റിട്ടൻറ്റീവ് അല്ലെങ്കിൽ ആനൽ എക്സ്പൾസീവ് ട്രൈറ്റ്സ് ആയിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യുക. അതായത് ചില ആളുകൾക്ക് ഇവിടെ എന്തെങ്കിലും ഫിക്സേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വൃത്തി കൂടുതൽ അല്ലെങ്കിൽ ചിലർക്കൊക്കെ വൃത്തി കുറവ് എന്നുള്ള രീതിയിലുള്ള ഫിക്സേഷനാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ് ആണ്. ഒരു 3 to 6 ഇയർ ഓഫ് ഏജിലാണ് ഈ ഒരു സ്റ്റേജ് ഉണ്ടാവുക, ഫാലിക് സ്റ്റേജ് ഉണ്ടാവുക. ഇവിടുത്തെ പ്ലഷർ സോൺ എന്ന് പറയുന്നത് എന്താണ്?
ജനൈറ്റൽസ് ആണ്. ജനൈറ്റൽസിലായിരിക്കും ഇവിടുത്തെ പ്ലഷർ ഉണ്ടായിരിക്കുക. പിന്നെ അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന 2 മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒഡിപ്പൽ കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. ഒഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്സിൽ എന്താ പറയുക, മദറിനോടുള്ള ഒരു അൺകോൺഷ്യസ് ഡിസയർ ഉണ്ടാവും എന്നുള്ളതാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒഡിപ്പൽ കോംപ്ലക്സ്. അതായത് മദറിനോട് അഥവാ സെയിം സെക്സ് പാരന്റിനോട് കുട്ടികൾക്ക് തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു അൺകോൺഷ്യസ് ഡിസയറിനെയാണ് ഇവർ പറയുന്നത്. അതിൽ ഒഡിപ്പൽ കോംപ്ലക്സിൽ ബോയ്സിന്, ഇത് ബോയ്സിനാണ് കേട്ടോ ഒഡിപ്പൽ കോംപ്ലക്സ് ഉണ്ടാവുക. ബോയ്സിന് അമ്മമാരോടൊരു എന്താ പറയുക അൺകോൺഷ്യസ് ആയിട്ട് ഡിസയർ ഉണ്ടാകുന്നതോടൊപ്പം ഫാദറിനോട് എന്താ പറയുക, ഫാദറിനെ ഡിസ്ട്രക്ട് ചെയ്യണം പോലെയുള്ള തോന്നലും അവരിലുണ്ടാവും. അതാണ് ഒഡിപ്പൽ കോംപ്ലക്സ്. ഇനി ഇലക്ട്ര കോംപ്ലക്സ് വരുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ഗേൾസിന് എന്ത് ചെയ്യും, ഫാദേഴ്സിനോട് ഒരു അൺകോൺഷ്യസ് ഡിസയർ ഉണ്ടാവുക, അതേപോലെ മദറിനെ ഡിസ്ട്രക്ട് ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. അതാണ് ഫാലിക് സ്റ്റേജിൽ വരുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 6 to 11 ഏജിൻ്റെ ഇടയിലാണ് ഈ ഒരു ലേറ്റൻസി സ്റ്റേജ് വരുന്നത്. ഇവിടെ നമുക്ക് പ്ലഷർ സോൺ എന്ന് പറയാനായിട്ട് ഒരു പ്ലഷർ സോണും ഇല്ല. കാരണം ഇവിടെ ഈ ഒരു സെക്ഷൽ ഫീലിങ്ങിനൊക്കെ സപ്രസ് ചെയ്യാണ് ഈ ഒരു ലേറ്റൻസി സ്റ്റേജിൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജിലൊക്കെ തന്നെ ഓരോ പ്ലഷർ സോൺസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ അത് മൗത്തായിരുന്നു, പിന്നെ അത് ആനസ് ആയിരുന്നു, പിന്നെ അത് ജനൈറ്റൽസ് ആയിരുന്നു. ഈ ഒരു ലേറ്റൻസി സ്റ്റേജിലാവുമ്പോൾ എന്ത് ചെയ്യില്ല, പ്ലഷർ സോൺ ഒന്നും തന്നെ ഇല്ല. കാരണം ഇവിടുത്തെ ഈ ഒരു സെക്ഷൽ ഫീലിങ്സിനെ ഒക്കെ തന്നെ എന്താ പറയുക സപ്രസ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു സെക്ഷൽ ഫീലിങ്സിനെ നമ്മൾ എന്താ പറയുക, ഒരു സെയിം സെക്സ് അല്ലെങ്കിൽ ഒരു എന്താ സെയിം സെക്സ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പിയർ റിലേഷൻഷിപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൽ എനർജീനെ ചാനൽ ചെയ്യാണ് ചെയ്യുക. ഈ ഒരു സ്റ്റേജിലാണ് സ്കൂളിലൊക്കെ നമ്മൾ പോകുന്ന ഒരു എന്താ പ്രായമായിട്ടാണ് ഈ ഒരു ലേറ്റൻസി സ്റ്റേജ് പറയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൽ എന്താ പറയുക ഫീലിങ്സ് ഇവിടെ സപ്രസ്ഡ് ആയിരിക്കുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ ആണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ എന്താ പറയുക അതിലേക്കൊക്കെ തന്നെ ഈ ഒരു സെക്ഷൽ ഫീലിങ്സിനെ ചാനൽ ചെയ്തിട്ട് എന്താ പറയുക സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തി തുടങ്ങുന്നത് ഈ ഒരു ലേറ്റൻസി സ്റ്റേജിലാണ്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ജനൈറ്റൽ സ്റ്റേജ് എന്നുള്ളത്. ഈ ഒരു ജനൈറ്റൽ സ്റ്റേജിലെത്തുമ്പോൾ എന്താ ഇതിന് പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് അല്ല കേട്ടോ പറയുന്നത്. ഇത് പ്യൂബർട്ടി ഓൺവേർഡാണ്. പ്യൂബർട്ടി തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഈ ഒരു ജനൈറ്റൽ സ്റ്റേജ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ നേരത്തെ ലൈറ്റൻസി സ്റ്റേജിൽ എന്തായി, നമ്മുടെ ഈ ഒരു സെക്ഷൽ അർജസിനൊക്കെ റിപ്രസ് ചെയ്യാണ് ചെയ്തത്. ഈ ഒരു ജനൈറ്റൽ സ്റ്റേജസിൽ ഈ ഒരു സെക്ഷൽ അർജസിൻ്റെ ഒക്കെ എമർജൻസി വരികയാണ്. അത് ആ ഒരു ഫീലിങ്സ് ഒക്കെ വീണ്ടും എമേർജ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ് ജനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിക്സേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ എന്താ പറയുക റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടീസ് ഒക്കെ അവർ അഡൾട്ട് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. ഈ ഒരു ജനൈറ്റൽ സ്റ്റേജിന് എന്താ നമ്മൾ പെർസ്യൂട്ട് ഓഫ് മെച്യൂർ റിലേഷൻഷിപ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റേജസിൽ വരുന്ന 5 സ്റ്റേജസ്. ഈ 5 സ്റ്റേജസിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ബാക്കി നമുക്ക് മേജർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം കൂടെ നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വെച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഡിഫൻസ് മെക്കാനിസംസ്. എന്താണ് ഡിഫൻസ് മെക്കാനിസംസ് നോക്കാം. എന്താണ് ഡിഫൻസ് മെക്കാനിസം? അതായത് എന്തെങ്കിലും ഒക്കെ ഒരു ആൻസൈറ്റി വരുമ്പോൾ അതിനെ കോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസിനെയാണ് ഡിഫൻസ് മെക്കാനിസം വരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി വരുമ്പോൾ ഇൻഡിവിജ്വലിനെ അതിനെ കോപ്പ് ചെയ്യുന്ന ആ ഒരു ആൻസൈറ്റിനെ എന്തെങ്കിലും ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസിനെയാണ് ഫ്രോയിഡ് എന്ത് പറഞ്ഞത് ഡിഫൻസ് മെക്കാനിസംസ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിൽ ഒന്ന് നമുക്ക് നോക്കാം. റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് മറന്നു പോകുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് അൺകോൺഷ്യസ്ലി നമ്മൾ പോലും അറിയാതെ മറന്നു പോകുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. അതായത് ഡിനയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ അങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ മൊത്തത്തിൽ ഡിനൈ ചെയ്യുക. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു അടുത്ത ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല, എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം, അപ്പോൾ മറ്റൊരാൾക്ക് നമ്മളെ ഇഷ്ടമല്ല, നമുക്കല്ല ഇഷ്ടമല്ലാത്ത, അതായത് നമുക്കുള്ള എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുക. അത് എൻ്റെ പ്രശ്നമല്ല അവരുടെയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ കടന്നു പോകും. എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രസ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ലേ, ആ ഒരു ഏർലി സ്റ്റേജസ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. അതായത് എന്തെങ്കിലും നമുക്കുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളോ, അതായത് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തോട്ട്സോ ഡിസയേഴ്സോ ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതാണ് സബ്ലിമേഷൻ. ഇനി അടുത്താണ് റേഷണലൈസേഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ എക്സാമിന് പറയുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് മാർക്ക് കുറഞ്ഞു ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാകും. പക്ഷെ നമ്മൾ പറയുകയാണ് ഞാൻ പഠിക്കാത്തതൊന്നല്ല, ടീച്ചർ ആ മൊഡ്യൂൾ പഠിപ്പിച്ചില്ല, ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അയ്യോ ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മിസ് പഠിപ്പിക്കാത്തതുകൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിൽ റേഷണലൈസ് ചെയ്തിട്ട് ആ ഒരു ആങ്സൈറ്റിനെ കുറക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ഇമോഷനാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻ കാണിക്കും. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരാളോട് ഇഷ്ടമുള്ള രീതിയിൽ കാണിക്കുക. അതായത് നമുക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ചും കൂടെ ലെസ് ത്രെറ്റൻ ആയിട്ടുള്ള ആളുടെ അടുത്തൊക്കെ പോയി തീർക്കുന്നതിനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇനി ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ആണ്. അതിൽ 3 ടൈപ്പ് ഓഫ് ആങ്സൈറ്റി പറയുന്നുണ്ട്. റിയാലിറ്റി ആങ്സൈറ്റി, ന്യൂറോട്ടിക് ആങ്സൈറ്റി, മോറൽ ആങ്സൈറ്റി. അതിൽ റിയാലിറ്റി ആങ്സൈറ്റി എന്നാണ് കേട്ടോ ഈ ന്യൂറോട്ടിക് ആൻഡ് മോറൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ഈ റിയാലിറ്റി ആങ്സൈറ്റി ആണ് ഏറ്റവും ബേസിക് ടൈപ്പ് ഓഫ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ആങ്സൈറ്റിയാണ് റിയാലിറ്റി ആങ്സൈറ്റി. അതായത് നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്, നമുക്ക് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നൊക്കെയുള്ള ഒരു ഫിയർ ഉണ്ടാകുന്നതാണ് റിയാലിറ്റി ആങ്സൈറ്റി. അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുക, അങ്ങനെയുള്ള തരത്തിലുള്ള റിയാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി വരുന്നതാണ് റിയാലിറ്റി ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിങ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ള ആങ്സൈറ്റിയാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റിയിൽ വരുന്നത്. പിന്നെ മോറൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഒരു മോറൽ വാല്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മോറൽ വാല്യൂസിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗിൽട്ട് കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് മോറൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് അപ്രോച്ചിൽ നമുക്ക് പറയുന്നുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസ് ആണ്. നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ്. അതായത് ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് തിയറിയിൽ നിന്ന് എന്താ പറയുക, ആ ഒരു ഫ്രോയിഡിൻ്റെ തിയറിയിൽ നിന്ന് എന്താ പറയുക, മൂപ്പരുടെ തിയറിയും കാര്യങ്ങളോടൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ ഒരു സൈക്കോളജിസ്റ്റൊക്കെ തന്നെ കറക്റ്റ് ഈ ഒരു ഫ്രോയിഡിൻ്റെ തിയറിനെ കോപ്പി ചെയ്യാണ്ട് അതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടേതായ രീതിയിൽ ആ ഒരു തിയറിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ തിയറീസ് എന്താ പറയുക ഫോം ചെയ്തിട്ടുള്ളതിനെ ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസിൻ്റെ അണ്ടറിൽ വരുന്ന തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസിലെ ഫസ്റ്റ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൾ യുങ്ങിൻ്റെ തിയറിയാണിത്. കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാൾ യുങ് എന്ത് ചെയ്യും, അൺകോൺഷ്യസിനെ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാക്കി തിരിച്ചതാണ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ്സും
കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സും. പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും, അതായത് ഓരോ ഇൻഡിവിജ്വലിനുള്ള എന്താ പറയുക, അവർക്ക് മാത്രമായിട്ടുണ്ടാവുന്ന ഓരോ പേഴ്സണൽ എക്സ്പീരിയൻസ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും എന്താണ് ഉള്ള മെമ്മറീസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും യുണീക്കാണ്. അങ്ങനെയുള്ള ഓരോ വ്യക്തികളുടെയും യുണീക്ക് ആയിട്ടുള്ള അൺകോൺഷ്യസ്നെസ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒന്നാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരമ്പരാഗതമായിട്ട് കൈമാറുന്ന നമുക്ക് പറയുന്ന പോലെ ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരും ഒരേപോലെ ഷെയർ ചെയ്യപ്പെടുന്ന അൺകോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് യുങ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്നുണ്ടെങ്കിൽ ആർക്കിടൈപ്സ് ആണ്. ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൽ പ്രസന്റ് ആയിട്ടുള്ള ഈ സിമ്പിൾസിനെയും പാറ്റേൺസിനൊക്കെയാണ് നമ്മൾ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് ആർക്കിടൈപ്സ് ഉണ്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർക്കിടൈപ്സ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് പേഴ്സോണയാണ്. അതായത് ദ സോഷ്യൽ മാസ് ഓർ റോൾ ദാറ്റ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. അതായത് നമ്മൾ പുറമേക്ക് ഈ ഒരു ഔട്ട്സൈഡ് വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ പോലെയല്ല നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഈ ഒരു പെർസോണ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടൈപ്പിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊന്നാണ് ദ സെൽഫ് എന്ന് പറയുന്നത്. ഈ ഒരു ആർക്കിടൈപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അൺകോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്, അതായത് അൺകോൺഷ്യസിനെയും കോൺഷ്യസ്നെസ്സിനെയും യൂണിഫൈ ചെയ്യുന്നത്, സിഗ്നിഫൈ ചെയ്യാണ് ഈ ഒരു ആർക്കിടൈപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊന്നാണ് ദി ഷാഡോ. അതായത് നമ്മൾ പുറമേക്ക് അധികം കാണിക്കാത്ത ഒരു ഏരിയ ഉണ്ടാവുമല്ലോ നമ്മൾ, അതായത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഷ്യസ് ഈഗോയിൽ നിന്നൊക്കെ റിപ്രസ് ചെയ്ത് വെക്കുന്ന, മറ്റുള്ളവരിലൊന്നും കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാണ് ഈ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടൈപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള, നമ്മൾ അൺഅക്സെപ്റ്റബിൾ ആണ്, അൺഡിസൈറബിൾ ആണ് എന്ന് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഷാഡോ. ഇനി അടുത്തതാണ് അനിമ ആൻഡ് അനിമസ്. ഫസ്റ്റ് അനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിലുള്ള എന്താ പറയുക ഫെമിനൈൻ ആസ്പെക്ട്സിനെയാണ് നമ്മൾ അനിമ എന്ന് പറയുന്നത്. അനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകുന്നൊരു ഭാഗമാണ് ഈ അനിമ അനിമസ്. അനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിലുള്ള ഫെമിനൈൻ ആസ്പെക്ട്സിനെയാണ് നമ്മൾ അനിമ എന്ന് പറയുന്നത്. അനിമസ് ആണെങ്കിലോ ഫീമെയിലുള്ള മെയിൽ ആസ്പെക്റ്റിനെയാണ് അനിമസ് എന്നും പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർക്കിടൈപ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം. അതുപോലെ നമ്മൾ ചെറുതാക്കി ഒരു തിയറിയിൽ പറയുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് സൈക്കോ ഡൈനാമിക് തിയറീസ് ആണല്ലോ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഫ്രോയിഡിൻ്റെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലിപ്പോൾ കാൾ യുങ്ങിൻ്റെ തിയറിയാണ് പറയുന്നത്. ഈ തിയറിനെ നമ്മൾ ഒരു സൈക്കോ ഡൈനാമിക് അപ്രോച്ച് മാത്രമായിട്ടല്ല, ഒരു ടൈപ്പ് തിയറിയും കൂടി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു തിയറിയും കൂടിയാണ് കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിടൈപ്പ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കാൾ യുങ് എന്ത് ചെയ്തിട്ടുണ്ട്, പേഴ്സണാലിറ്റീനെ രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ, അതായത് ടൈപ്പ് തിയറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെ ടൈപ്പ് തിയറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുങ് എന്ത് ചെയ്തിട്ടുണ്ട്, പേഴ്സണാലിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ. അതായത് എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ നമ്മൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ്ട്രോവേർഷൻ എന്ന പേഴ്സണാലിറ്റിയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, അത് കുറച്ച് എക്സ്റ്റേണലി ഓറിയൻറ്റഡ് ആയിരിക്കും. പിന്നെ അവർ വേൾഡിനെ കാണുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടായിരിക്കും. ഇനി ഇൻട്രോവേർഷൻ ആണെന്നുണ്ടെങ്കിലോ അവരെങ്ങനെയായിരിക്കും, കുറച്ചും കൂടെ എന്താ പറയുക ഇന്നർ ഓറിയൻറ്റഡ് ആയിരിക്കും. അവർ വേൾഡിനെ കാണുന്നത് എങ്ങനെയായിരിക്കും, സബ്ജക്റ്റീവ് ആയിട്ടായിരിക്കും. ആ ഒരു രണ്ട് ടൈപ്പായിട്ട് പേഴ്സണാലിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ചിരിക്കണം, എക്സ്ട്രോവേർഷനും അതുപോലെ ഇൻട്രോവേർഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാൾ യുങ്ങിൻ്റെ തിയറി
ഈ ഒരു മേജർ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഒരു നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് കൈറൻ ഹോണി. ഇനി നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചിൽ നമ്മൾ അടുത്ത തിയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൈറൻ ഹോണിയുടെ തിയറി ഓഫ് ന്യൂറോട്ടിക് നീഡ്സ് ആണ്. അതായത് ഈ കൈറൻ ഹോണിയാണ് എന്ത് നമ്മുടെ ടിപ്പിക്കൽ ഫ്രോയിഡിയൻ തിയറിയിൽ നിന്ന് മാറിയിട്ട് ഒരു തിയറി ഒരു തിയറീനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വുമൺ സൈക്കോളജിസ്റ്റ് ആണ് കൈറൻ ഹോണി എന്ന് പറയുന്നത്. നമുക്കറിയാം എന്ത് ഫ്രോയിഡിന്റെ തിയറിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റിങ്സിനാണ്. എന്നാൽ ഇവിടെ കൈറൻ ഹോണി ഫോക്കസ് കൊടുത്തിട്ടുള്ളത് കൾച്ചറിനാണ്. ഒരു കൾച്ചറൽ ഫോക്കസ് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഒരു തിയറി ഓഫ് ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ് ഈ ബേസിക് ആങ്സൈറ്റി, ബേസിക് ഈവിൽ ആൻഡ് ബേസിക് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ബേസിക് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവരുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടേണ്ട ആ ഒരു അഫെക്ഷന്, കെയർ, സെക്യൂർ ഫീലിങ്സ് അതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റിനെയാണ് ബേസിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട ഒരു പാരൻസിൻ്റെ അടുത്ത് നിന്ന് കുട്ടികൾക്ക് ആ ഒരു അഡക്വേറ്റ് ആയിട്ടുള്ള നീഡ്സും കെയറും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബേസിക് ആങ്സൈറ്റി ഉണ്ടാവും. ഇനി ബേസിക് ഈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ഈ ബേസിക് ഈവൽ എന്ന് പറയുന്നത്. അതായത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് ഇമോഷൻസ്. ഈ ബേസിക് ഈവല് എന്തിന് കാരണമാവും? അതായത് ഈ ഒരു ബേസിക് ഈവല് എന്തിനെ പ്രൊമോട്ട് ചെയ്യും? ഈ ഒരു ഫീലിംഗ് ഓഫ് റിസെൻമെന്റ്. അപ്പോൾ ആ ഒരു ബേസിക് ഈവല് പ്രൊമോട്ട് ചെയ്യുന്ന ഫീലിംഗ് ഓഫ് റിസെൻമെന്റിന് കാരണമാണെന്നാണ് ഇത് ബേസിക് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കൈറൻ ഹോണിയുടെ തിയറിയിൽ വരുന്ന 3 മേജർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് കൈറൻ ഹോണി പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ന്യൂറോട്ടിക് നീഡ്സ് ആണ്. അങ്ങനെ 10 ന്യൂറോട്ടിക് നീഡ്സ് കൈറൻ ഹോണി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്പൾസീവ് സ്ട്രാറ്റജീസ് ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ബേസിക് ആങ്സൈറ്റി കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ബേസിക് ആങ്സൈറ്റിനെ കോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിന് വേണ്ട കമ്പൾസീവ് സ്ട്രാറ്റജീസ് ആണ് ഈ ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 10 ന്യൂറോട്ടിക് നീഡ്സിനെ 3 കാറ്റഗറിയുടെ അണ്ടറിലാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൂവിങ് ടുവാർഡ്സ് അതർ പീപ്പിൾ എന്നുള്ളതാണ്. അതായത് ഒരു കോംപ്ലെയിൻ പേഴ്സണാലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർ അവരെ ടേക്ക് ഓവർ ചെയ്യണം, അതേപോലെ ഒരു ഡിപ്പെൻഡൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ടുവാർഡ്സ് അതർ പീപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൂവിങ് അഗെയിൻസ്റ്റ് അതർ പീപ്പിൾ. അതൊരു കുറച്ചുകൂടി അഗ്രസീവ് പേഴ്സണാലിറ്റീനെയാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവർക്ക് എഗെയിൻസ്റ്റ്, അതായത് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഒരു പവർ മറ്റുള്ളവർ എക്സേർട്ട് ചെയ്യണം എന്നുള്ളൊരു കാറ്റഗറിയാണ് മൂവിങ് അഗെയിൻസ്റ്റ് അതർ പീപ്പിളിൽ വരുന്നത്. പിന്നെ ഉള്ളത് മൂവിങ് അവൈ ഫ്രം അതർ പീപ്പിൾ ആണ്. ഇതിന് പൊതുവെ ഒരു ഡിറ്റാച്ച്ഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ നോക്കുക. അപ്പോൾ ഇതാണ് കൈറൻ ഹോണിയുടെ തിയറിയിൽ പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ്രഡ് അഡ്ലറിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ ഒരു ഇൻഡിവിജ്വലിന്റെ യുണീക്നെസ്സിനെയാണ് ഈ ഒരു ഇൻഡിവിജ്വൽ സൈക്കോളജിയിലൂടെ ആൽഫ്രഡ് അഡ്ലർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് സ്ട്രൈവിങ് ഫോർ സുപ്പീരിയോറിറ്റി, അതേപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അതായത് ആൽഫ്രഡ് അഡ്ലർ പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ഈ ഒരു സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് ഒരു പെർഫെക്ഷനിസം സീക്ക് ചെയ്യുന്നതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൽഫ്രഡ് അഡ്ലർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻഫീരിയർ ഫീലിങ്സ്, അതായത് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാളും എന്ത് താഴ്ന്നു നിൽക്കുകയാണെന്നൊക്കെയുള്ള ഒരു ഇൻഫീരിയർ ഫീല് വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് തോന്നും? ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് ആ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിങ്സിൽ നിന്ന് മാറിയിട്ട് അതിന് സുപ്പീരിയർ ആവണം എന്നുള്ള ആ ഒരു സുപ്പീരിയോറിറ്റി സ്ട്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ് അവരിലുണ്ടാവും. അപ്പോൾ ആൽഫ്രഡ് അഡ്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഈ ഒരു സുപ്പീരിയോറിറ്റിക്ക് സ്ട്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി അതായത് ഇന്നേറ്റ് ആയിട്ട് അവർക്ക് അതിനോടൊരു ഡ്രൈവ് ഉണ്ടെന്നുള്ള കാര്യം. അതായത് സുപ്പീരിയോറിറ്റി സ്ട്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു ഡ്രൈവാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ആൽഫ്രഡ് അഡ്ലർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആൽഫ്രഡ് അഡ്ലറിൻ്റെയിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം. സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന് വേണ്ടിയിട്ട് ആളുകൾ സ്ട്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് ആളുകൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ മറികടന്നിട്ട് ഒരു സുപ്പീരിയോറിറ്റി എന്താ പറയുക അച്ചീവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യും. ഇത്രയും കാര്യമാണ് ആൽഫ്രഡ് അഡ്ലറിൻ്റെ തിയറിയിൽ പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറി. ഈ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറി 8 സ്റ്റേജസിലൂടെയാണ് ഡെവലപ്മെന്റിനെ എറിക്സൺ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് എന്താ പറയുക ഇൻഫൻസ് തൊട്ടിട്ട് ലൈറ്റ് അഡൾട്ട്ഹുഡ് വരെയുള്ള എന്താ പറയുക ഓരോ ഡെവലപ്മെന്റിനെയും 8 സ്റ്റേജസിലുള്ള, അതായത് മൊത്തത്തിൽ എന്താ പറയുക നമ്മുടെ ലൈഫ് സ്പാനിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന തരത്തിലാണ് എറിക് എറിക്സൺ ഈ ഒരു തിയറി എന്താ പറയുക പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 8 സ്റ്റേജസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ ഓരോ സ്റ്റേജിൽ എന്ത് വരുന്നുണ്ട്, നമുക്ക് ഓരോ ടാസ്ക് അല്ലെങ്കിൽ ക്രൈസിസ് വരുന്നുണ്ട്. ആ ഓരോ ടാസ്കിനെ എന്താ പറയുക നല്ല രീതിയിൽ നേരിടുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതായത് ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ടാസ്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഔട്ട്കം ഉണ്ടാകും. ഇനി അഥവാ നമുക്കത് നല്ല രീതിയിൽ നേരിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാഗ്നേഷൻ സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇത് പറയാനുള്ളത്. ഇനി ഇതിൽ നമ്മൾക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു 8 സ്റ്റേജസ് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ പറയുക ഇൻഫൻസിൽ വരുന്നതാണ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. 0 to 18 months ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പീരീഡ്. ഈ ഒരു ഇൻഫൻസിയുടെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് അവിടെ വരുന്ന ബേസിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഫീഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് കുട്ടികൾക്ക് തോന്നണം, അതായത് അവർക്ക് ചുറ്റുമുള്ള വേൾഡ് സേഫ് ആണോ, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അതായത് അവർക്ക് അവരുടെ പാരൻസിനെ റിലേ ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ അവരുടെ കെയർ ഗിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് കെയറും അഫെക്ഷനും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രസ്റ്റ് ഡെവലപ്പ് ആവും. ഇനി അതിൽ എന്താ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അഫെക്ഷനും കെയറും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മിസ്ട്രസ്റ്റ് ആയിരിക്കും ഡെവലപ്പ് ആവും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. അത് ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നതാണ്. ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്ന ബേസിക് കോൺഫ്ലിക്റ്റ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റേജിൽ നോക്കുന്നത്. അതായത് അവർക്കൊരു സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ, അതായത് അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാം, ആ ഒരു ഇൻഡിപെൻഡൻസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ എന്താണ് ഓട്ടോണമി ഉണ്ടാവും. ഇനി അഥവാ അതിന് ഫെയിലിയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയിം ആൻഡ് ഡൗട്ട് ആയിരിക്കും അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ആണ്. പ്രീ സ്കൂൾ ആണ് കേട്ടോ ഈ ഒരു ടൈം പീരീഡ് വരുന്നത്. ഇതിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. അതായത് ഞാൻ നല്ലൊരാളാണോ മോശം ആളാണോ എന്നൊക്കെ ഉള്ളത് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് സ്റ്റേജിലാണ്. അതായത് ഇതിൽ അവർക്ക് എന്താ പറയുക അവരുടെ എൻവയോൺമെൻറ്റിന് പുറത്ത് കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ്, പറ്റിയില്ല അതിൽ ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഗിൽട്ടും ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. സ്കൂൾ ഏജിൽ വരുന്നതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അതായത് ഇവിടെ പൊതുവെ എന്താ പറയുക സ്കൂൾ ആക്ടിവിറ്റീസും കാര്യങ്ങളിലും ആയിരിക്കും അവർ ഏർപ്പെടുന്നുണ്ടാവുക ഈ ഒരു സ്റ്റേജിൽ. അതായത് അവർക്ക് എങ്ങനെ നല്ലതാവാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നോക്കുന്നത്. അതായത് അവരുടെ സൊസൈറ്റിയും അക്കാഡമിയും ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക അവർക്ക് കാര്യങ്ങൾ എന്താ പറയുക അവരുടെ സൊസൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അതിനെ അവർക്ക് എന്താ പറയുക നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയിലുള്ളത് നടക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റേജിൽ സക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രി ആണ് അവർക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫീരിയോറിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജ് അഡോളസെൻസിലുള്ളത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഈ ഒരു സ്റ്റേജിൽ എന്താ പറയുക സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക, അതേപോലെ ഒരു നമ്മുടെ ഓൺ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. അതായത് നമ്മൾ ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഈ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. യങ് അഡൾട്ടിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ആണ്.
അതായത് അവരിലൊരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് എന്താ പറയുക സ്ട്രോങ് റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യും. ഇനി അല്ല അവർക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്സ് ഒന്നും ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അവിടെ അവർക്കൊരു എന്താ പറയുക ഒരു ഐസൊലേഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി 7th സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ അഡൾട്ട്ഹുഡിലുള്ളത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് പാരൻറ്ഹുഡ് ആണ്. അതായത് ഒരു എന്താ പറയുക പാരൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു മിഡിൽ അഡൾട്ട്ഹുഡിൽ വരുന്നത്. അതായത് അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക മീൻസ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു റിയൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ ഒരു ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷനിൽ അവർ നോക്കുന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനഫിറ്റ്സ് ഈ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ. പിന്നെ ഏറ്റവും ലാസ്റ്റ് 8th സ്റ്റേജ് എന്ന് പറയുന്നത് ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് ഡെസ്പെയർ ആണ്. അതായത് ഇതിന് മെച്യൂരിറ്റി ആണ്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഓൺ ലൈഫ്, അതായത് ഇത്രയും കാലം നടന്ന അവരുടെ ലൈഫിനെ അവർ തിരിഞ്ഞു നോക്കിയിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള ആ ഒരു അവരുടെ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവർ നോക്കുന്നതാണ് ഈ ഒരു ലൈഫ്. അതായത് അവരവരുടെ ലൈഫ് ഫുള്ളായിട്ട് ജീവിച്ച് തീർത്തോ അതോ അവർക്കൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് ഡെസ്പെയറിലാണ്. അപ്പോൾ ഈ ഒരു 8 സ്റ്റേജസ് ആണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മുടെ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. താങ്ക് യു.